പഞ്ചാര പാത്രത്തി പാഞ്ഞങ്ങ് കേറണ്ട കച്ചുവെട്ടും കാലും വെട്ടും വേണ്ടി വന്ന ചങ്കും വെട്ടും മഞ്ചും പത്തും എറിഞ്ഞാൽ പൂരണ വാടക പിള്ളേർ പറയണ നോക്കണ്ട കൊരവളി പറിച്ചിട്ട് നായ്ക്കൾക്ക് തിന്നാനിട്ട പുണ്യം കിട്ടും. ഇതെങ്ങനെയാ കായ് 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 അങ്ങനെ പണിയില്ല എന്നുള്ളതാണ്. അതായത് ഞാൻ അറിയാണ്ട് വന്നൊരു സംഭവമാണ്. അല്ലാണ്ടൊരു മറ്റേ സിദ്ധി അല്ലെങ്കിൽ ഞാനത് മറ്റേ തപസ് ചെയ്ത് എടുത്ത അതിലും അങ്ങനെയല്ല. അത് മൈക്കിന്റെ അടുത്ത് പോയിട്ട് നമ്മള് ആ ഒരു ബേസിൽ കായ് 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 നായ് 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 നായ്. ഒടുവിൽ 2-3 വരികൾ എനിക്ക് മനസ്സിലായിട്ടില്ല. സ്വാഭാവികമായിട്ടും കരി പിടിച്ച തത്തമ്മ കരി പിടിച്ച തത്തമ്മ ഞാനിരുന്ന് കായ്മ കയ്യിൽ എൻ്റെ മൂത്തമ്മ സെൻസ് ഐ ക്യാൻ ഹാവ് ഹു എവർ ഐ വാണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് പറയുന്നത്. അല്ലാതെ ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട് നിന്റെ മൂത്തമ്മേനെ കയ്യിലിരുത്തും ഡയറക്റ്റ് അല്ല അത്. ഈ തത്തമ്മയുടെ കാര്യം അതെനിക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അങ്ങനെ എടുത്തോ, ഇങ്ങനെ തോന്നിച്ച് ഇങ്ങനെ എടുത്തോ, ഒരു കുഴപ്പമില്ല. കടുംപിടുത്തില്ല ആർട്ട് ഫ്ലെക്സിബിൾ ആണല്ലോ. അപ്പൊ ഞാൻ കായ് ഇറക്കുമ്പോൾ ഞാൻ രണ്ടാമതൊന്നും ആലോചിച്ചിട്ടില്ല. ഉമ്മ വിളിച്ചിട്ട് കുറെ കരച്ചിലും പിരിച്ചലും പരിപാടിയും അങ്ങനെ ഇങ്ങനെ. ആളിപ്പോ പ്രൗഡായിട്ടാണ് വിളിക്കുന്നത്. ഇപ്പൊ ഒരു ആൺകുട്ടിയാണ് ഞാൻ, എനിക്കൊരു പെൺകുട്ടിയോട് സംസാരിക്കാൻ താല്പര്യം തോന്നും. ഒരു പെൺകുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പോസ്റ്ററൊക്കെ ഒന്ന് നന്നാക്കും, വാഗ്ദാനങ്ങളൊന്നും കൊടുക്കാതെ ചതിയിലൊന്നും പെടുത്താതെ സന്തോഷം വെറുതെ ചില്ല് ചെയ്ത് പോകുന്നു. ഖാലിദ് റഹ്മാന്റെ സിനിമയിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ബോക്സിംഗ് മൊത്തം ഇടിയാണ്. എനിക്കും ഫൈറ്റ് ഉണ്ട്, എല്ലാവർക്കും ഫൈറ്റ് ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നത് നെസ്ലിന്റെ അച്ഛനും നമുക്ക് മാത്രം ഫൈറ്റ് ഇല്ലാത്തുള്ളത് തോന്നുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും തലകും വിലകും കിട്ടട്ടെ. നിങ്ങൾ അങ്ങനെ യൂണിറ്റി ആയിട്ട് നിൽക്കേണ്ട ഒരു സമയമല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പുറത്തൊരു വർത്തമാനം കേൾക്കുന്നത്? നമ്മളിപ്പോ ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളിവിടെ ഇന്റർവ്യൂ ചെയ്യാനേ പാടുള്ളൂ. അല്ലാതെ ഈ അന്ന് രാത്രി ഇത് പറഞ്ഞില്ല എന്താ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇരിക്കും. അതെങ്ങനെ ഇരിക്കും? അപ്പൊ അങ്ങനത്തെ കുറെ സംഭവ വികാസങ്ങൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്. നമുക്ക് എതിരെ കുറച്ച് പാട്ടുകളൊക്കെ ഇറക്കിയിട്ട് എൻ്റെ റാപ്പ് എന്ന് പറഞ്ഞത് എൻ്റെ കൾച്ചറായിരിക്കണം. നമ്മുടെ ശൈലി ഇപ്പം മാപ്പിളപ്പാട്ടിനെ ഒരുപാട് ചോദ്യം ചെയ്യണ്ടായി. മാപ്പിളപ്പാട്ടാണ് കുറെ ആർട്ടിസ്റ്റുകൾ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് മാപ്പിള എന്ന് പറഞ്ഞ കൾച്ചർ അവിടെ ഉണ്ട്. മാപ്പിളപ്പാട്ട്. ഹായ്, ശരിക്കുള്ള പേര് എന്ത് റഹ്മാൻ എന്നാണ്? ഹാബിഷ് റഹ്മാനാണ്. ഇത് ബേബി ജിയിലേക്ക് പിന്നീട് മാറി വരികയാണ് ഉണ്ടായത്. ഞാൻ വേടനോട് സംസാരിക്കുന്ന സമയത്ത്, വേടന് ഇഷ്ടപ്പെട്ട റാപ്പേഴ്സിനെ ചോദിക്കുന്ന സമയത്ത് ബേബി ജിയെ കുറിച്ച് എടുത്തു പറഞ്ഞായിരുന്നു. കാരണം ആ ഏരിയയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ടാണ് വേടൻ സംസാരിക്കുന്നത്. അപ്പോൾ വേടൻ പുകഴ്ത്തുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം ഈ ബേബി ജിയുടെ പേരിനെ ഞാൻ കണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ്. ഈ വേടനുമായിട്ടും ഈ പറയുന്ന ഡബ്സിയുമായിട്ടൊക്കെ നല്ലൊരു ബന്ധമുണ്ട്. ഒരു പക്ഷേ നമ്മളും മാറുന്നുണ്ട്. ഇപ്പം തമിഴ്നാട്ടില് ശരിക്കും അറിവിന്റെ നേതൃത്വത്തിൽ ഇപ്പം അതിന് പാരഞ്ജിത്തിന്റെ സപ്പോർട്ടുണ്ട്, SM കൃഷ്ണയുടെ സപ്പോർട്ടുണ്ട്. അത് വലിയൊരു ബെൽറ്റായിട്ട് പരുവപ്പെടുമ്പോൾ ഞാനും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നതാ ഇവിടെയും നമുക്ക് അങ്ങനെ ഒരു ബെൽറ്റ് പരുവപ്പെടണം. പക്ഷെ നിങ്ങളിപ്പോൾ കയറി വരുന്നത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ട്. നമ്മുടെ അടുത്ത ഭാവി എന്താണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് സ്വതന്ത്ര സംഗീതത്തിലെ അടുത്ത ഭാവി? ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന കസേരകളും ആ ഒരു സ്ഥാനങ്ങളും മുന്നേ മാനിഫെസ്റ്റ് ചെയ്തിട്ട് അതിനു വേണ്ടി പണിയെടുത്തിട്ട് നമ്മളൊരു കുറച്ചിങ്ങോട്ട് എത്തി നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഒരു കരട് പോലെ കാണുന്നുണ്ട്, ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അപ്പോ അതിനുവേണ്ടി പണിയെടുത്തു, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, അവരത് ഏറ്റെടുത്തു എന്നുള്ളൊരു ഇതിലാണ്. അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് കൊമേഴ്ഷ്യൽ ആയിട്ടുണ്ട്. അതിപ്പം നമുക്ക് നമ്മുടെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇറക്കിയിട്ടുള്ള 3 ട്രാക്കും ഞാനൊരു 2 വർഷം മുന്നേ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇറക്കാൻ, അതായത് ഒരുപാട് ട്രാക്കുകൾ കയ്യിലുണ്ട് എഴുതി വെച്ചത്. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്കിപ്പോൾ അത് ഇറക്കാൻ ഓക്കെ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇറക്കാം, കുറച്ച് ഇത് കൊമേഴ്ഷ്യൽ വരുന്നു, അതിൻ്റെ അടിന് ഇത്ര വരി, മറ്റേതിന് ഇത്ര വരി. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ഇതിലേക്ക് നമ്മുടെ വോക്കിൽ പോകുന്നുണ്ട് നമ്മുടെ ഇത്. കാരണം നമ്മൾ ആ ഒരു ഓക്കെ ഇങ്ങനെ ഒരു റെക്കഗ്നീഷൻ കിട്ടി, അപ്പം അത് വീട്ടിലേക്ക് പൈസ ആയിട്ട് കൊണ്ട് വെക്കാനുള്ളൊരു, അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഇതാക്കാനുള്ളൊരു സ്ഥലത്തേക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് റാപ്പ് എത്തി എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഒരു ഇത് തിരുമാലി, ഫെജോ, ഞാനൊക്കെ അവർക്കൊന്ന് എത്തിപ്പെടാൻ പോലും അവർ പറ്റാത്തൊരു സ്റ്റേജിലൊക്കെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു സംഭവം പരിപാടികളുണ്ട്. അവരൊക്കെ അത് ഇങ്ങനെ കാര്യങ്ങൾ തുടങ്ങി വെച്ച് ഒരു കൊമേഴ്ഷ്യൽ പരിപാടിയിലേക്ക്. അപ്പം എല്ലാവരും ഇതിൻ്റെ ഭാഗമാണത്. ആൻഡ് അത് എനിക്ക് ബുദ്ധി വെക്കുമ്പോൾ തൊട്ട് കാണുന്നൊരു പരിപാടി, അതിൻ്റെ മുമ്പില്ല ഇവിടെ.
അതിൽ ഒരു വിക്ടിം ആവുക ആൻഡ് അതിനൊരു പാർട്ടാവുക ആൻഡ് അവിടെ ഒരു കസാര നമുക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ഒരു അത് നമ്മൾ എപ്പോഴും അങ്ങനെ സന്തോഷം കയറി തുള്ളിച്ചാടി നടക്കൂല. ബട്ട് അത് ഒരു ഏതെങ്കിലുമൊക്കെ ഒരു മൊമെന്റിൽ ഓക്കെ യു മേഡ് ഇറ്റ് എന്നുള്ള സാധനം വരും. കാരണം നമ്മൾ അത് വിചാരിക്കാണ്ട് എത്തിപ്പെട്ടൊരു സംഭവമാണ്. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു ആർട്ടിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുമല്ലോ. അങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ് എൻ്റെ കേസിൽ. അപ്പോ യെസ് സന്തോഷമാണ് ആ കാര്യത്തിൽ. നിങ്ങളുടെ ഒരു സർക്കിൾ പരുവപ്പെടുന്നതിൽ നമുക്കും ഒരു സന്തോഷമുണ്ട്. ഇപ്പോ നമ്പർ 1 ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് വല്ലാത്ത ജാതി. അത് വല്ലാത്ത ജാതി എന്ന് തന്നെ പറയണം കേട്ടോ. വല്ലാത്ത ജാതി എന്ന് പറഞ്ഞു. ഇപ്പൊ വല്ലാത്ത ജാതിയിൽ ഇപ്പൊ നീരജും ഡബ്സിയും അതേപോലെ ബേബിജിയും വരുമ്പോ അത് ശ്രദ്ധിക്കാനുള്ളൊരു ഒരു വൈഡർ ഓഡിയൻസിനെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ നമ്പർ 1 ആയിട്ട് കുറേ ദിവസങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ വർത്താനം പറയുന്നതിന് മുമ്പ് വല്ലാത്ത ജാതിയിലെ ഏതെങ്കിലും 2 പോർഷൻ പാടിയിട്ട് നമുക്ക് ബാക്കി പറയാം. ഞാൻ ഇനി പാടുന്നില്ല എന്ന് പറഞ്ഞില്ല. ഓക്കെ. പഞ്ചാര പാത്രത്തി പാഞ്ഞങ്ങ് കേറണ്ട കജ്ജി വെട്ടും കാലും വെട്ടും വേണ്ടി വന്ന ചങ്കും വെട്ടും മഞ്ചും പത്തും എറിഞ്ഞാൽ പൂരണ വാടക പിള്ളേർ പറയണ നോക്കണ്ട കൊരവളി പറിച്ചിട്ട് നായ്ക്കൾക്ക് തിന്നാനിട്ട പുണ്യം കിട്ടും ബാപ്പ വന്ന് ചോദിച്ചാൽ അങ്ങനെ പോകുന്നുണ്ട്. അതിൽ എനിക്കൊരു ഫേവറേറ്റ് വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരക്കനെ കീപ്പിട്ട് കെട്ടിയ മുണ്ട് ഞാൻ മടക്കി കുത്തിയ സീം മറയ്ക്കും പണ്ടാരോ തന്നൊരു തുട്ടിന്റെ ബലത്തിൽ കളിക്കാൻ നിൽക്കേണ്ട കുടുംബം വിളിക്കും. അതായത് അതിന്റെ വല്യപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കിടന്ന് കുത്തി മറിഞ്ഞിട്ട് കാര്യമില്ല, കുടുംബം വിളിക്കും എന്നുള്ള കാര്യമാണ്. അതൊരു ചെറിയൊരു എനിക്ക് ആ ഒരു പോർഷൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു. അതിനകത്ത് വല്ലാത്ത ജാതി എന്ന് പറയുന്നത് ആക്ച്വലി ആ ചതിയാണോ ജാതി എന്ന് പറയുന്നത്? അല്ല അത് ജാതിയോ അല്ല ചതിയോ അല്ല. അതായത് ഒരു ജാതി സാധനം ഇഷ്ടാന്ന് പറയുന്നത് ഒരു തരം. അപ്പൊ വല്ലാത്ത എന്ന് പറയുമ്പോ വല്ലാത്തൊരു തരം. അപ്പം എല്ലാരും അവിടെ ഇപ്പൊ അതില്ല തോന്നിട്ട്. എന്നാലും ഇപ്പൊ പണ്ട് ഇപ്പൊ പടത്തില് പക്കയെങ്കില് അല്ലെങ്കിൽ വേറെ മലപ്പുറം അല്ലെങ്കിൽ മലബാർ സ്ലാങ്ങിന് വേറെ രീതിയിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഞമ്മക്ക് അതിനെ കൊണ്ട് ഹിമാറെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംഭവം അതല്ല അവിടെ സംഭവം. അപ്പൊ അതേപോലെ വല്ലാത്ത ജാതി എന്നൊക്കെ ഇപ്പൊ കുറവാ. പക്ഷെ ആദ്യമൊക്കെ അങ്ങനെ യൂസ് ചെയ്യുന്നത് വല്ലാത്ത ജാതി സാധനം ആ ഒരു സാധനമൊക്കെ വന്നത് ഒരു തരം. അത് ഇല്ലാത്ത ജാതിയാണെന്നാണ് പറയാൻ ശ്രമിക്കണേ പാട്ടിലൂടെ. അല്ല അത് നീരജ് മാധവ് ബ്രോയുടെ വരികൾ ആളുടെ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ അതിനെ ഡീകോഡ് ചെയ്തിട്ടില്ല. നമ്മൾ അത് നാട്ടിലത്തെ ഒരു പരിപാടി വെച്ചിട്ട് കുറച്ചൊരു ഭംഗിയുള്ള വരികൾ എഴുതി കൂട്ടുക എന്നുള്ളതാണ്. ആൻഡ് ആ ഒരു നമ്മൾ അവിടുന്നാണ് 3 പേരും. അപ്പോൾ ജനിച്ച മണ്ണാണല്ലോ. അപ്പം അതിനെക്കുറിച്ച് കുറച്ച് പരിപാടികൾ ഇങ്ങനെ പരിവപ്പെടുത്തിയെടുത്തതാണ്. എനിക്ക് തോന്നിയത് ഒടുവിൽ ഈ വിളക്ക് തേക്കുന്ന ആള് എന്ന് പറയുന്നത് മറ്റേ ആളെ നടിച്ചതാണല്ലോ. അപ്പൊ ഇയാള് ഇല്ലാതായി പോവാണല്ലോ. അപ്പൊ അതൊരു ചതിയാണല്ലോ. അപ്പൊ ആ ചതി കൂടെ നിന്നിട്ട് അങ്ങനെ ഒരു ചതി ചതിച്ചതായിരിക്കും ഈ വല്ലാത്ത ജാതി എന്ന് ഉദ്ദേശിച്ചതെന്ന് ഞാൻ കരുതി. ഇങ്ങനെയൊക്കെ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 ഏരിയന്ന് വരുന്ന ആൾക്കാർ അതിൽ കൂടെ നിൽക്കുന്നില്ല. അതൊരു പാട്ടിൽ നമ്മൾ ഒന്നിച്ച് ഡാൻസ് കളിക്കുന്നത് കാണുന്നുണ്ട്. അപ്പം അതൊരു ചതി പരിപാടി തന്നെയാണ്. ബട്ട് അതെങ്ങനെ വേണമെങ്കിലും ഓഡിയൻസിന് എടുക്കാം. കളിക്കാൻ നിൽക്കണ്ട അല്ലെങ്കിൽ ആ ഒരു സീൻ. അതായത് എപ്പോഴും ആ ഒരു ആറ്റിറ്റ്യൂഡ് പരിപാടി ഉണ്ടാവില്ല. അതായത് നമ്മളുടെ അടുത്ത് നിൽക്കണ്ട അല്ലെങ്കിൽ കയ്യും കാലും വിറവിറക്കണം. അതായത് എപ്പോഴും നമ്മുടെ സൈഡിൽ നിന്ന് മുട്ടാൻ നിൽക്കേണ്ട ആ ഒരു പരിപാടി ഉണ്ടാവില്ല, ഒരു ലൈൻ. അത് വെച്ചിട്ടാണ് ആ ഒരു നാട്ടിലുള്ള ആ ഒരു നാടിന്റെ മഹിമ പറഞ്ഞുകൊണ്ടും അതിന്റെ കുറച്ച് അവിടുത്തെ കുറച്ച് ഇപ്പൊ മിൽക്ക് സർവത്ത്, അവിടെ ഐശ്വരതി പരിപാടി, അങ്ങനെ കുറച്ച് ഫുഡിന്റെ പരിപാടി ആണ് കോഴിക്കോട് മെയിൻ. അവിടെ ഫുഡാണ് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു 90%. അപ്പം അത് വെച്ചുകൊണ്ടും പിന്നെ എൻ്റെ POV വരുന്ന എൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള കാര്യങ്ങളും അത് ഭയങ്കര ഇൻറ്റൻഷ്യലി എഴുതുന്നല്ല. നമ്മൾ എഴുതി പോകുമ്പോൾ വരുന്ന വരികളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിടുന്നു. ഇപ്പൊ കായ് എഴുതുന്ന സമയത്ത് ഈ കായുടെ മീത ഇരിക്കുക അല്ലെങ്കിൽ കായ് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തുകൂടാ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് അതിനകത്ത് വേണം. പിന്നെ ഈ കായ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ഒരു സംഭവമാണ് അതിനകത്ത് ചെയ്യുന്നത്. അപ്പം എങ്ങനെ വേണോ കായ് ഉണ്ടാക്കാം, എങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. അത് മതം വിറ്റ് വേണമെങ്കിലും ഭക്തി വിറ്റ് വേണമെങ്കിലും കായ് ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് ഒക്കെ അതിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഒടുവിൽ 2-3 വരികൾ എനിക്ക് മനസ്സിലായിട്ടില്ല. സ്വാഭാവികമായിട്ടും അത് ഞാൻ എൻ്റെ വീഡിയോയിലാണ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നീ ടോപ്പിലിരിക്കുമ്പോഴും ഒരു ചതി മണത്തോ എന്നുള്ള ഒരു പോയിന്റ്, ഒരു ലൈൻ അവിടെ ഞാൻ വരയ്ക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയ സെൻസ് ഒരു ഭയങ്കര സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരാൾ
പൈസ വന്നു, ഇനി എനിക്ക് തോന്നിയത് ചെയ്യാം എന്നുള്ള കാര്യമാണ്. കുറേ പൈസ ഉണ്ടെങ്കിൽ ഐ ക്യാൻ ഡു വാട്ട് എവർ ഐ വാണ്ട് എന്നുള്ളൊരു സാധനമാണ്. അതിൻ്റെ കൂടാതെ എങ്ങനെയാണ് എൻ്റെ POVന്ന് ഇപ്പം ഒരു സ്വാഭാവികമായിട്ട് ഞാൻ എഴുതുമ്പോൾ ഓക്കെ കുറേ പൈസ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക, ഹീസ് നോട്ട് ഹാംഫുൾ ബട്ട് ഹീസ് സ്പെൻഡിങ് മണി. അത് ആൾക്കാരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ സ്പെൻഡ് ചെയ്യാണ്. അത് നോർമൽ ഒരാൾ അത് അതിൻ്റെ ഒരു പകുതി അതിൻ്റെ ചെയ്ത പകുതി കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ബട്ട് ആരെ ഹേർട്ട് ചെയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ ഇവിടെ ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആളതിലുള്ളതുകൊണ്ട് ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ആരാണ് എൻ്റെ അടുത്ത് ചോദിക്കാൻ വരുന്നത്, എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, അങ്ങനെ ആണല്ലോ നടക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ബണ്ടാന എന്ന് പറഞ്ഞ ട്രാക്ക് എഴുതുന്നേക്കാൾ മുമ്പ് എഴുതിയിട്ടുള്ള ട്രാക്കാണ്. അപ്പോൾ ഈ ഞാനിരുന്ന് കായ്മ എന്ന് പറയുമ്പോൾ നമ്മൾ അതൊരു മെറ്റഫറിക്കലി പറയാമല്ലോ. ഇപ്പം ഒരു കട്ടിൻ്റെ അടിയിൽ നിറച്ച് പൈസ വെച്ചിട്ട് അതിന്മേൽ ബെഡ് ഇടുമല്ലോ. കട്ടിൻ്റെ അടിയിലല്ല, ബെഡിൻ്റെ അടിയിൽ. മനസ്സിലായി. അപ്പോൾ അതിൽ നിന്നാണ് അവർക്ക് ഞാനിരുന്ന് കായ്മ എന്നുള്ളൊരു തോട്ട്. ആൻഡ് കയ്യിൽ എൻ്റെ മൂത്ത മൻസെൻസ് ഐ ക്യാൻ ഹാവ് ഹു എവർ ഐ വാണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് പറയുന്നത്. അല്ലാതെ ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട് നിന്റെ മൂത്തമ്മാനെ കയ്യിലിരുത്തും ഡയറക്റ്റ് അല്ല. അത് എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് പോകുന്നൊരു കാര്യമാണ്. ഞാൻ ആ പൈസ വരുന്നു ഐ ക്യാൻ ഹാവ് ഹു എവർ വാട്ട് എവർ ഐ വാണ്ട്. ദെൻ കാലകത്തി വെച്ചപ്പോൾ കയറി പിടിച്ച തത്തമ്മ എന്ന് പറയുമ്പോൾ അത് ശരിക്കും അത് ഞാനിപ്പോൾ പറഞ്ഞു പോയിൽ അത് ഡീകോഡ് ചെയ്യാനുള്ള സംഭവം ഉണ്ട്. പക്ഷെ അത് വീഡിയോ വരുമ്പോൾ കാണിക്കാം. കാരണം എനിക്ക് എല്ലാവരും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ഈ പാട്ടൊരു നോട്ട് ക്ലാസിക്, അതായത് ഒരു സാധാരണ ഒരു രീതിയിൽ ഇങ്ങനെ പോകുന്നുള്ളൊരു രീതിയിലായിരുന്നു ഞാൻ ഇറക്കുമ്പോൾ. അത് എൻ്റയർലി ഡിഫറെൻറ്റ് പരിപാടി ആയിപ്പോയി. ഇത് അന്നേ ഞാൻ പറയുന്നത് ഇത് വൈറലായി കഴിഞ്ഞാൽ പ്രശ്നമാവും. അതിൻ്റെ ആ പാട്ട് തുടങ്ങുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രഗ്ലിംഗ് ആണ്. അതായത് മലക്കം പറഞ്ഞ് കിടന്ന് പറഞ്ഞ് മലക്കം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി 18 എടുത്ത് മലക്കം പറഞ്ഞ് കിടന്ന് പറഞ്ഞ് കീഞ്ഞു പാഞ്ഞ് വേലി ചാടി വളപ്പ് മാറി തേരി ചാഞ്ഞ് തോടി ചാടി. അതായത് ആ ഒരു യാത്ര പറയാണ്. തേരി ചാഞ്ഞ തോട് എന്ന് പറയുമ്പം തേരി ചൊറിയുമല്ലോ. അപ്പൊ അത് ചാഞ്ഞ തോട് വരെ ചാടി, തേരി ചാഞ്ഞ തോട് ചാടി മെയ്യറിഞ്ഞ് കാലറിഞ്ഞ് ഞാനകന്ന പാത മാറി. നമ്മളെ ശരീരവും ഇതും എല്ലാം അറിഞ്ഞ് നമ്മളെ പ്രവർത്തിച്ച് ഞാൻ അകന്ന് പാത മാറി കൂട് വിട്ട റൂഹ് മാറി. അങ്ങനെ അതായത് നമ്മളുടെ ആ ഒരു സ്ട്രഗ്ലിംഗ് പരിപാടിയാണ്. കാറമുള്ളി മൂർച്ചയേറി ചിന്തയൊന്ന് ഒരു ഉന്നമൊന്ന് വന്നണഞ്ഞു മുന്നിൽ ഇന്ന്. ആ ഒരു സാധനം ദെൻ വന്നണഞ്ഞു മുന്നിൽ ഇന്നിൽ നമ്മൾ അതൊരു കഴിഞ്ഞ് പിന്നെ പറയുന്നത് വേക്കപ്പ് ഇൻ ദ മോർണിംഗ് തിങ്ക് യു ഷുഡ് ഐ കോൾ, ഞാൻ ആരെ വേണമെങ്കിലും വിളിക്കാം എന്നുള്ള കാര്യമാണ്. അപ്പം പിന്നെയാണ് ആ ഒരു സ്റ്റേജിലോട്ട് ആ ട്രാക്ക് പോണത്. ദെൻ ആ ഒരു സെക്കൻഡ് വേഴ്സ് ഒക്കെ കഴിഞ്ഞ് അതുവരെ ഓക്കെയാണ്. അയാളുടെ വീട്ടിനകത്തെ ചെയ്തികളൊക്കെ അതെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വന്ന് ഞാൻ ആ ഒരു സക്സസ് പരിപാടിയിലെത്തി. ഇനി ആ ഒരു ഫേസ് ദെൻ അത് പിന്നെയും ആ ഒരു ബാക്ക് ടു എൻ്റെ കൂറ്റുവിറ്റക്കായി മാറി, ഞാൻ കളിച്ച നാട് മാറി, ഓലമേഞ്ഞ പെര പൊളിച്ച് ചാന്തൊഴിച്ച കാർ പോർച്ച് വന്നിറങ്ങി. ആ ഒരു സാധനം അങ്ങനെ പോകുന്നുണ്ട്. ദെൻ എവരിബഡി ഈസ് ലൈക്ക് മേക്കിംഗ് മണി സംഭവ പല രീതിയിലും. ഓക്കെ റിലീജിയൻ അത് ഇത് അപ്പോൾ പല രീതിയിൽ ആൾക്കാരെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ക്യാരക്ടർ പണിയെടുത്തിട്ടാണ് പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്. ദെൻ ദാറ്റ് ഗൈ ഈസ് ഹാവിങ് വാട്ട് എവർ ഹി വാണ്ട് വിതൗട്ട് ഹേർട്ടിങ് എനിവൺ. ആ ഒരു സാധനമൊക്കെയായി. പക്ഷെ എൻഡിൽ വരുമ്പോഴാണ് ഈ പറയുന്ന കൺഫ്യൂഷൻസ് വന്നത്. കൺഫ്യൂഷൻസ് ആവാം. ആർട്ട് പൊളിച്ച് ചോദ്യം ചെയ്യാനും കളിയാക്കാനും ട്രോളിറക്കാനും അതിനൊക്കെ എല്ലാവർക്കും അവകാശമുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതാണല്ലോ. അത് അത് ഒരു ചീത്ത കാര്യത്തിനായിപ്പോയി എന്നുള്ളൊരു സാധനം എനിക്ക് അങ്ങനെ ഉള്ളിലൊരു കോട്ടം ഒന്നുമില്ല. അത് ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആണ് ആ വീഡിയോ ചെയ്യാനായിട്ട്. അപ്പം വീഡിയോ ഓഗസ്റ്റിൽ അത് കാനഡയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ആ ഒരു ഗ്ലാമറസ് സൈഡും ഒക്കെ പിടിച്ചുകൊണ്ടുള്ളൊരു അതിനകത്തൊരു വരി എന്ന് പറയുന്നത് വീട് വളപ്പ് വിറ്റതല്ല, വാപ്പ തന്ന പുത്തനല്ല, പൊടിയെടുത്ത് വിറ്റതല്ല, നായിനെയും പറ്റിച്ചതല്ല. നായിനെയും പറ്റിച്ചതല്ല എന്ന് പറയുമ്പോൾ അതെന്താണ് ബേബി? അതായത് ഒരു നായിന്റെ വീട്ടിൽ കയറേണ്ട പറയും, അല്ലെങ്കിൽ നമ്മൾ അടി എൻഡ് പറയുന്ന ഒരു സാധനം നമ്മളവിടെ എവിടെ, അതായത് നമ്മൾ കൂട്ടുകാരന്മാരെയും പറയും, അല്ലെങ്കിൽ നമ്മളത് ഏത് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പേരാണ് നമ്മളവിടെ നായി എന്ന് പറഞ്ഞത്. കൂടുതലും
അതായത് ഒരു സ്നേഹത്തിന്റെ ഭാഷയിലാണ് ഉപയോഗിക്കുക. ഒരു നായിനെയും പറ്റിച്ചതല്ല ഒരു നായിനെ പറ്റിച്ചതല്ല. ഉം. ആ ഒരു ഇതാണ് അവിടെ വരുന്നത്. ഈ കടകനിൽ കുരുക്ക് എഴുതുന്ന സമയത്ത് Yes. ഈ സിനിമ സ്വാതന്ത്ര്യ സംഗീതം നമ്മൾ ഉണ്ടാക്കുന്നത് സിനിമയെക്കാളും മുമ്പേ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ്. ഇല്ലെങ്കിൽ സിനിമ നമുക്ക് വേണ്ട, ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകാനാണ്. പക്ഷെ സിനിമ മാസ് മീഡിയ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഈ തുടക്കത്തിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഒരു പബ്ലിസിറ്റി കിട്ടും, ആ ഒരു ഫ്യൂവൽ. അത് നല്ല കാര്യമാണ്. നല്ല കാര്യം. അത് പക്ഷെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില കോംപ്രമൈസ് ഒക്കെ ചെയ്യാം, സിനിമ മാസ് മീഡിയ ആയതുകൊണ്ട്. അങ്ങനെയാണോ അതിനെ കാണുന്നത്? കുരുക്ക് എഴുതുന്ന സമയത്ത് എന്താണ് ഹാപ്പിനെസ്? കുരുക്ക് എഴുതുമ്പോൾ എനിക്ക് എൻ്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വരികളെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെർലി ആ ഒരു സാധനം എനിക്ക് കുറച്ച് പറഞ്ഞു തന്നിട്ടായിരുന്നു കുറച്ച് കാലം. ഇതാണ് ടോപ്പിക്, ഇങ്ങനെ ആവുന്നുണ്ട്, അങ്ങനെ ആവുന്നുണ്ട്. അപ്പം അത് വെച്ചിട്ടാണ് ഞാനൊരു ഹണ്ടിങ് പരിപാടി എഴുതുന്നത്. അപ്പം അതിൽ എൻ്റെ അടുത്ത് വേടം പറഞ്ഞ അതിൽ വേറെ ഒരു മികച്ച ഒരു എഴുത്ത് അതിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ വരികൾ ശ്രദ്ധിക്കുന്ന ആൾക്കാർ കുറച്ചുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് ആ ഒരു ഫ്യൂവലും കിട്ടുന്നുണ്ട്, ആൻഡ് എൻ്റെ വരികൾ അവിടെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ അതിന് മുന്നേ ചാവേറ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ വരികളല്ല, ബട്ട് എൻ്റെ ഒരു ഫ്ലോ അല്ലെങ്കിൽ എൻ്റെ സ്റ്റൈലായിരുന്നു അത്. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ട്രാക്ക് അല്ലെങ്കിൽ എൻ്റെ കംപ്ലീറ്റ് എൻ്റെ എഴുത്തും എൻ്റെ വെച്ച് ചേർന്നിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. പിന്നെ നടികരിൽ അതില് പാട്ടിന്റെ പേര് കൊമ്പൻ. അപ്പം അതിലും അതേപോലെ ഞാൻ എഴുതി തന്നെയാണ്, പക്ഷെ അത് അത്ര ഡീപ്പ് അല്ല, ഒരു സൈഡാണത്. അപ്പൊ അത് ഒരു സിനിമയ്ക്ക് വേണ്ടി എഴുതുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്താലും കുഴപ്പമില്ല എന്നാണ്. കുറച്ചൊക്കെ കോംപ്രമൈസ് ഇല്ല. നമ്മളിപ്പം ഒരു സൈഡിലേക്ക് അങ്ങനെ നമ്മളെന്താണ് നമ്മൾ ഓക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡ് ഫ്യൂവലിന് വേണ്ടിയിട്ട് എന്നുള്ളൊരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ എന്നുള്ളൊരു പരിപാടിക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് ഓരോരുത്തർ പേഴ്സണലി ആയിട്ട് വരും. ബട്ട് എൻ്റെ ഒരു ബ്രാൻഡിങ്ങിനെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല, കൊടുത്ത് വെക്കാണ്ടിരിക്കാവും നല്ലത്. വാരാൻ നോക്കിയ കാലാണെങ്കിൽ മുക്കും ഞങ്ങൾ കാൽവരിയിൽ എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ കാൽവരിയിൽ എന്ന് പ്രയോഗിക്കുമ്പോൾ അത് അവിടുത്തെ ഒരു പുഴയുടെ പേരാണ്. അങ്ങനെ മുക്കുവെന്നാണ്. സീരിയസ്ലി അത് എനിക്കിപ്പോ ഒരു കുറച്ച് സാധനങ്ങളാ തന്നത്. മണലുവാരല്, കൽവാരി, പിന്നെ ലോറി, പിന്നെ ഒരു പോലീസിനായിട്ടുള്ളൊരു അംഗം. അവരാണെങ്കിൽ നോട്ട് ദ റൈറ്റ് വേ. അതാണ് ചെയ്യാൻ നോക്കിയ കാക്കിപ്പടയുടെ ആ ഒരു പരിപാടി ഒക്കെ പറയുന്നത്. അപ്പം സ്വർണം പൂശിയ പല്ല് പരിപാടി, അത് അവരുടെ ആ ഒരു മുതലാളിത്തത്തെ അല്ലെങ്കിൽ മേധാവിത്വത്തെ സൂചിപ്പിക്കുക. അങ്ങനെ ആ ഒരു വാരാൻ നോക്കിയ കാലാണെങ്കിൽ മുക്കും നമ്മൾ നമ്മുടെ പുഴയിൽ എന്നുള്ളതാണ്. ചതിക്കാനാണ് നോക്കുന്നെങ്കിൽ എന്നുള്ളൊരു പരിപാടി നമ്മള് പണി അവിടെ. അതാണ് അതില്. കാൽവരിയിൽ എഴുതുമ്പോ ഞാൻ വിചാരിച്ചു ഇത് നിങ്ങൾ എഴുതുമ്പോ എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഡയമെൻഷൻ ഉണ്ടോ എന്ന്. അതിപ്പം നമ്മുടെ പണ്ടത്തെ പാട്ടെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഭാഗ്യം ഈ ഡയമെൻഷനിലാണ് പോണത്. നേരെ മറിച്ചിപ്പം നമ്മള് പണ്ടത്തെ ഇഷ്ടം പോലെ നല്ല അത് ഒന്നുകൂടെ ഭയങ്കര പോയറ്റിക് ആയിട്ടാണ് വരിക. അത് പണ്ടത്തെ പാട്ട് അതിൽ തന്നെ നമുക്കിപ്പോ ഇത്ര ഡബിൾ മീനിങ് പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ആള് വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ആളത് എഴുതി വെച്ചതാവും, ചിലപ്പോൾ അത് അങ്ങനെ ഉദ്ദേശിച്ച് എഴുതിയതാവും. ബോത്ത് വിൽ വർക്ക്. അത് പല രീതിയിൽ ഇപ്പൊ അപ്പൊ പുരിയില്ലേ ഇപ്പൊ പുരിയത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ട്രോളൊക്കെ കയറിയുള്ളൂ. അപ്പോൾ അത് പലതരത്തിലെ ആൾക്കാർക്ക് കിട്ടും. അത് ഇപ്പോൾ ഒരു ആർട്ടാണെങ്കിലും ഒരു 2 മിനിറ്റിന്റെ ട്രാക്ക് ആണെങ്കിലും പലരും ഇപ്പം പല രീതിയിലായിരിക്കും അത് കേൾക്കുന്നത്. ചിലർ ലഹരി ഉപയോഗിക്കുമ്പോഴായിരിക്കും, ചിലർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് അതിൽ നിന്ന് കരകയറുന്ന സമയത്തായിരിക്കും ഇത് കേൾക്കുക. ചിലർ ഡ്രൈവിംഗ് മൂഡ്, ചുമ്മാ ചിലവർ ഇത് എന്ത് സാധനം അത് എന്നിട്ട് വെറുതെ കേട്ടോക്കാൻ എന്നിട്ട് വെറുതെ കേൾക്കണവരുണ്ട്. അപ്പം ഓഡിയൻസിനെ നമ്മളിത് ഇങ്ങനെ ആയിരിക്കണം, ഞാനൊരു സാധനം ഇറക്കിയിട്ടുണ്ട്, ഇത് വർക്കായില്ല എന്ന് വരുമ്പം അത് നിങ്ങൾ കേട്ടത് ശരിയല്ല, നിങ്ങൾ ഈ രീതിയിൽ എടുക്കേണ്ടിരുന്ന ആർട്ട് നമുക്ക് ഇറക്കി വിടാം. അത് മാർക്കറ്റും ചെയ്യാം എന്നുള്ളൊരു മനസ്സ് കാണിക്കുക എന്നുള്ളത്. അല്ലാണ്ട് ഞാൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ആരെങ്കിലും വന്ന് നോക്കണേ വിളിച്ച് പറയെങ്കിലും വേണ്ടേ. ഇത് മറ്റേ ഒരു കുറച്ച് മീനായിട്ട് കാടിൻ്റെ ഉള്ളിൽ പോയിരുന്നിട്ട് എൻ്റെ കയ്യിൽ മീനുണ്ട്, അന്നെക്കാളും വലിയ മീനിൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് ആൾക്കാർക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ. അതിനുള്ളൊരു മനസ്സ് കാണിക്കുക എല്ലാ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളും എന്നുള്ളൊരു കാര്യം പറയാനുള്ളത്. അതെ. പിന്നെ ഉള്ളത് ആദ്യം ചോദിക്കേണ്ട ഒരു കാര്യമായിരുന്നു, ഇതെങ്ങനെ കായ് കായ് കായ്
ഇല്ല, അത് എങ്ങനെ ഇത് പ്രത്യേകിച്ച് അങ്ങനെ പാടുന്നേ? പണിയില്ല എന്നുള്ളതാണ്. അതായത് എനിക്ക് ഞാൻ ഈ എന്റെ ആ ഒരു വോയിസിന്റെ സൈഡ് ഉം. ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഞാൻ അറിയാണ്ട് തന്നെ ഒരു അൺകോൺഷ്യസ്ലി കയറിപ്പോണം. ഞാനിങ്ങനെ എപ്പോഴും ഉമ്മയാണെങ്കിലും ഉമ്മ ചോദിക്കാനായിട്ടില്ല. അപ്പൊ ഞാൻ വീട്ടിലയക്കണത്, വീട്ടിലിരിക്കുമ്പോൾ നമ്മളിങ്ങനെ വാട്സാപ്പിൽ വോയിസ് ഒക്കെ അയക്കുമല്ലോ. വോയിസ് അയക്കുമ്പോൾ എനിക്ക് ഈ മൂക്കടപ്പുണ്ടാവും, ഈ ഉറങ്ങി എണിച്ചിരിക്കണം. അപ്പം അത് റാൻഡായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് പിന്നെ അത് നമ്മൾ റാൻഡായിട്ടൊക്കെ കേൾക്കുന്നത്. ബട്ട് ഞാനിവിടെ എറണാകുളത്തേക്ക് വന്നൊരു 4 years ബാക്ക് ഉമ്മ വിളിക്കുമ്പോൾ ഉമ്മാക്ക് പെട്ടെന്ന് ഉമ്മാടെ അടുത്ത് ഫോണിൽ നമ്മൾ സംസാരിക്കൽ കുറവല്ലേ. നാട്ടിലാണെങ്കിൽ എന്താ, എടാ പച്ചക്കറി മേടിച്ച പരിപാടി കഴിഞ്ഞാൽ അത് ഇത് പാല് തൈര്, അപ്പൊ നമ്മൾ എന്നാ പറയുള്ളൂ. പിന്നെ നമ്മൾ കുറച്ചധികം നേരമൊക്കെ ഉമ്മാടെ അടുത്ത് സംസാരിക്കണത് വീടിനൊക്കെ മാറിയിരിക്കുമല്ലേ. അപ്പൊ എനിക്ക് എന്താ ഉറക്കത്തിന് വെച്ച് കാണാം, കൂടെ കൂടെ ചോദിക്കും. അപ്പോൾ ഞാൻ ഓക്കെ. ആൻഡ് പിന്നെ ഞാൻ ഫസ്റ്റ് ട്രാക്ക് റെക്കോർഡ് ചെയ്തു, അതെൻ്റെ ഹൈ നോട്ടിലായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു ഓക്കെ മൈക്കിൽ, പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഫോണിൽ റെക്കോർഡ് ചെയ്യുമ്പം അപ്പം നമ്മൾ വോയിസ് അയക്കുന്ന ഒരു മൂഡിലായി. കാരണം ഫോൺ ഇങ്ങനെ പിടിച്ചിട്ടുള്ള എൻ്റെ ബ്രെയിനിൽ അറിയുന്നത് വോയിസ് അയക്കാനാണ്. മനസ്സിലായി. അപ്പം ഞാനിത് ഇവിടുന്ന് ഇപ്പോഴും ഞാനിപ്പോൾ ഫോൺ പിടിച്ചെങ്കിലും നിങ്ങൾ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പം ഈ ഫോണിൽ അയച്ച മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ട്, ഇങ്ങനെ പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എന്ന് പറയും. അത്ര ബുദ്ധിമുട്ട്, അത്ര എഫേർട്ട് എനിക്ക് എടുക്കേണ്ടുള്ളൂ സംസാരിക്കാനായിട്ട്. ആൾക്കാരുടെ അടുത്ത് അത് എനിക്ക് തോന്നുന്നത് ഹൈനോട്ടിൽ സംസാരിച്ച് അങ്ങനെ ശീലമായി കാണും. മേ ബി ഇത് ഞാൻ അറിയാണ്ട് വന്നൊരു സംഭവമാണ്, അല്ലാണ്ടൊരു മറ്റേ സിദ്ധി അല്ലെങ്കിൽ ഞാനത് മറ്റേ തപസ് ചെയ്ത് എടുത്ത അതിലും അങ്ങനെയല്ല. അത് മൈക്കിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ആ ഒരു ബേസിൽ കായ് 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 അത്രേ ഉള്ളൂ. ക്ലാസിക്കൽ സോങ്സ് ആണ് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കേൾക്കാൻ, അതായത് ചോറ് കഴിച്ചിട്ട് ഉച്ചക്കാണോ മെയിൻ? ഓ, ചോറ് കഴിച്ചിട്ട് ഇരുന്നിട്ട് ക്ലാസിക്കൽ സോങ്സ് കേൾക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ക്ലാസിക്കൽ സോങ് പാടിയതിന് ശേഷം അതിനെ പറ്റിയിട്ട് പറയാം. ഏതെങ്കിലും ഒരു ക്ലാസിക്കൽ സോങ്. മുത്തേ മുത്തേ സ്വപ്നം പോലെ മിന്നും പൂമുത്തേ, ഓരോരോ നാളെണ്ണി കാത്തിരിപ്പൂ ഞാൻ. ചുമക്കാൻ വന്നു കാത്തിരിപ്പ പോയി, ഇനി കിട്ടൂല. ഇനി വേറൊരെണ്ണം നോക്കാം. പോപ്പുലർ ആയിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു പോപ്പുലറായിട്ട്. പൊന്നിൽ കുളിച്ചു വന്ന ചന്ദ്രികാവസന്തം, ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ, നിന്നെ കുറിച്ചു ഞാൻ തേടുമീ രാത്രിയിൽ ബാക്കി വരികൾ പോയി. ശ്രുതി ചേർന്നു മൗനം, ജോൺസൺ മാഷിന്റെ. ശ്രുതി ചേർന്നു മൗനം, അതു നിൻ മന്ദഹാസമായി പ്രിയ തോഴി പൊന്നിൽ കുളിച്ചു വന്ന്. ഓർമ്മ നന്നായി. അതെ അതെ അതെ. ശരിക്കും ഈ ആർട്ട് എന്ന് ബേബിജി നിരന്തരമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ മനസ്സിൽ ഈ ആർട്ട് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. എന്താണ് ബേബിജിയുടെ മനസ്സിൽ ശരിക്കും ആർട്ട് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു പെയിന്റിങ് ചെയ്യുന്നത് പോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്നാണോ ഉദ്ദേശിക്കണേ? അത് ഉള്ളിലെ തോട്ട് പുറത്തേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് വെച്ചു കൊടുക്കുക, നമ്മുടെ ബെസ്റ്റ്. അത് ഇപ്പോൾ എത്ര എനിക്ക് തോന്നിയ പോലെ ചെയ്യുള്ളൂ, അങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും, അന്ന് പെയിൻറ്റിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അന്ന് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മുന്തിയ പെയിൻറ്റും ഏറ്റവും മുന്തിയ ക്യാൻവാസും എനിക്ക് ഒരിക്കലെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ച് കാണൂലേ. അതിനുവേണ്ടി പ്രവർത്തിച്ച് ഏറ്റവും മുന്തിയ പരിപാടി ക്വാളിറ്റിയിൽ അവരന്ന് അവരെ ഉള്ളിലുള്ള ആർട്ട്, ഉള്ളിലുള്ള ഒരു തോട്ട് പുറത്തേക്ക് കൺവേർട്ട് ചെയ്ത് ഭംഗിയിൽ അത് വെച്ചു കൊടുത്തു. പിന്നെ ചിലത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങനെ ആയി പോണതുണ്ട്. പക്ഷെ അത് ഒരിക്കലേ എപ്പോഴെങ്കിലും സംഭവിക്കും. അതിനൊരു നല്ല സന്തോഷമാണ്. സ്റ്റിൽ ഇറ്റ്സ് അവർ തിങ്. ബട്ട് എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. അപ്പം എപ്പോഴും നമ്മൾ ഉള്ളിലുള്ള തോട്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ, ഇൻ ദ സെൻസ് ഓക്കെ അവർക്ക് ഈ വാക്ക് ഇഷ്ടാവില്ല അല്ലെങ്കിൽ അത് ഇഷ്ടാവില്ല, അങ്ങനെയല്ല, ഒരു നിങ്ങളുടെ ബെസ്റ്റിൽ അതൊരു അറേഞ്ച് ചെയ്യാം. എന്താണെങ്കിലും ഇപ്പോൾ ഒരു പെയിൻറ്റിങ്സ് ഇതാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇവിടെ ചെറുത് വെച്ച് ഇവിടെ ഒരു ഓക്കെ ഇങ്ങനെ വെക്കാൻ വെക്കുമ്പോൾ രസമുണ്ട്. അല്ലെങ്കിൽ സവാളയുടെ അപ്പുറത്ത് ചെറുള്ളി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മിക്സ് ആയിട്ട് അത് മാറിപ്പോവാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ പച്ചമുളക് കയറ്റാം.
എന്നിട്ടൊരു ഉരുളക്കിഴങ്ങിന് വെച്ച് കൊടുക്കുക. അപ്പം ആ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ, അത് ഈസിയർ ആക്കി കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ പറയാം. ബട്ട് രസം ഉണ്ടായിരിക്കുക, അത് നമ്മൾ കേട്ട് നോക്കിയിട്ട് ഓക്കെ ഫൈൻ ഒരു സാധനം ഓക്കെ കുഴപ്പമില്ല, തരക്കേടില്ല എന്നുള്ളൊരു തോന്നലൊക്കെ വെച്ചിട്ട് കൊടുക്കുക.